ഹായ് ഹലോ എല്ലാവർക്കും സബാസ് കുക്കിംഗ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നല്ലൊരു ലഞ്ച് റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. മീൻകറി തോറ്റു പോകും രുചിയിൽ നല്ലൊരു വെണ്ടക്ക കറീൻ്റെ റെസിപ്പിയും അതുപോലെ തന്നെ 2 തരം തോരനും, വൻപയർ തോരനും, കാബേജ് തോരനും, പിന്നെ മാങ്ങ മുളക് പെരക്കിയതും, നല്ലൊരു മീൻ പൊരിച്ചതിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ ലഞ്ചിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ നോക്കാം എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന്. ആദ്യം തന്നെ ചോറ് വെക്കാനുള്ള അരി ഒന്ന് വെള്ളത്തിലിടലാണ്. അപ്പോൾ ഞാൻ ബാസ്മതി റൈസ് കൊണ്ടുള്ള ചോറാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഒരു ബൗളിൽ 1.5 കപ്പ് അരി ഇട്ടിട്ട് നന്നായിട്ട് കഴുകിയതിന് ശേഷം അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് അരമണിക്കൂറോളം കുതിരാനായിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ഇത് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യൽ. ഇപ്പോൾ അധികവും ഞാൻ ബാസ്മതി റൈസ് കൊണ്ടുള്ള ചോറാണ് കേട്ടോ ഉണ്ടാക്കൽ. അപ്പോൾ നിങ്ങൾ ഏത് ചോറാണോ ഉണ്ടാക്കുന്നത് അത് ഉണ്ടാക്കുക. ഇനി ഇതൊന്ന് മാറ്റി വെച്ചിട്ട് ഞാനിതാ ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1.5 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടിയും, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, 1/2 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും, ആവശ്യത്തിനുള്ള ഉപ്പും, പിന്നെ ഇതാ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ ഓൾറെഡി ഇങ്ങനെ ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കലാണ്. അപ്പോൾ 1 കിലോനെല്ലാം വാങ്ങിയിട്ട് ഒന്നിച്ച് പൊടിച്ചിട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് എടുത്തിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ 1 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും, കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്തതും. കറിവേപ്പില ഇതുപോലെ കുപ്പിയിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 1 മാസം വരെയെല്ലാം നല്ല കേട് കൂടാണ്ട് എടുത്തിട്ട് യൂസ് ചെയ്യാം. പിന്നെ 1 ടേബിൾ സ്പൂണോളം നല്ല കട്ടിയായിട്ടുള്ള പുളിൻ്റെ വെള്ളവും, പുളി നന്നായിട്ട് പിഴിഞ്ഞിട്ട് അതിൻ്റെ വെള്ളം എടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ടേനു. പിന്നെ ഗ്ലൗസ് ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ മിക്സ് ചെയ്തതിന്. കൈക്ക് ചെറിയൊരു മുറിവുണ്ട്. അപ്പോൾ മുളക് തട്ടുമ്പോൾ പോച്ചലെടുക്കുന്നതായിട്ടാണ് ഗ്ലൗസ് ഇട്ടിന്. പിന്നെ പുളീൻ്റെ വെള്ളം പോരാതെ വന്നാൽ ആവശ്യത്തിന് കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഞാനിതാ ഒരു 5 കഷ്ണം അയക്കൂറ മീൻ എടുത്തിട്ടുണ്ടേനു. അത് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മസാല പെരക്കി കൊടുക്കാം. ഇത് പൊരിക്കാനുള്ള മീനാണ് കേട്ടോ. ആദ്യം തന്നെ നമ്മൾ പൊരിക്കാനുള്ള മീനെല്ലാം ഇതുപോലെ മസാല പെരക്കി വെക്കുക. അപ്പോൾ കറിയെല്ലാം റെഡിയായി കഴിയുമ്പോഴത്തേക്ക് മീനിലേക്ക് നന്നായിട്ട് മസാല പിടിച്ചോളും. അപ്പോൾ ഇതാ നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിക്കുക. പിന്നെ വീഡിയോ കാണുന്ന സമയത്ത് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ, അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ഇതാ മീനിലേക്ക് നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാനിതാ മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. എന്നിട്ട് ഞാനിതാ ഇതുപോലൊരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വൻപയർ നന്നായിട്ട് കഴുകിയതിന് ശേഷം 1/2 മണിക്കൂറോളം വെള്ളത്തിൽ കുതിർത്തിയിട്ടുണ്ടേനു. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നേരത്തെ കുതിർത്താൻ മറന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലെ 1/2 മണിക്കൂർ കുതിർത്തിയാൽ മതി. അല്ലെങ്കിൽ ഓവർനൈറ്റ് കുതിർത്തി വെക്കുക. കുതിർത്തി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് വെന്ത് കിട്ടും. പിന്നെ കുതിർത്താൻ മറന്നിട്ടുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. കുതിർത്താതെ തന്നെ നന്നായിട്ട് കഴുകിയിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളവും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ട് വേവാനായിട്ട് അടച്ചിട്ട് അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം. ഒരു 4 വിസിൽ വരുന്നത് വരെ വേവിക്കുക. അപ്പോഴത്തേക്ക് ഇത് കറക്റ്റ് വെന്ത് കിട്ടിക്കോളും. ഒരുപാടങ്ങ് വെന്തുടയാത്ത രീതിയിൽ വേവിച്ചെടുക്കുക. പിന്നെ ഞാനിതാ വറവിന് വേണ്ടിയിട്ട് കുറച്ച് കാബേജ് കട്ട് ചെയ്തിട്ട് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 2 അല്ലി വെളുത്തുള്ളിയും ഒന്ന് കുത്തിച്ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 പച്ചമുളക് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതും ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ ഇതാ കുറച്ച് തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. തേങ്ങ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ആദ്യം ഇതുപോലെ എല്ലാം റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുക്ക് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. വറവിനുള്ളത് ഇതുപോലെ റെഡിയാക്കി വെക്കുക. അതുപോലെ മീൻ പൊരിക്കാനുള്ളത് മസാല പെരക്കി വെക്കുക. അങ്ങനെ എല്ലാം റെഡിയാക്കി വെച്ചാൽ മതി. അപ്പോൾ ഇതാ എല്ലാം ചേർത്തിട്ട് കാബേജ് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. എന്നിട്ട് വൻപയർ വേവാനായിട്ട് വെച്ചിട്ടില്ല, അതിലേക്ക് വേണ്ടിയിട്ടുള്ള അരപ്പൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതുപോലെ ഒരു ചെറിയ മിക്സീൻ്റെ ജാറിലേക്ക് 1 കപ്പ് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു പച്ചമുളക്, കുറച്ച് കറിവേപ്പില, പിന്നെ 1 ടീസ്പൂൺ ചെറിയ ജീരകവും ചേർത്തിട്ട് ഇത് നന്നായിട്ട് ഒതുക്കിയെടുത്തിട്ട് വരാം. നമ്മൾ പയർ വേവാനായിട്ട് വെച്ചിട്ട് കുക്കർ ഇതാ കൂക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ ഇതുപോലെ തേങ്ങ ഒന്ന് ഒതുക്കിയെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ ഒതുക്കിയെടുത്തതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഇതാ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വെച്ചിട്ട് ഞാനിതാ വെളുത്തുള്ളി ഇഞ്ചിയെല്ലാം കുത്തിച്ചതക്കുന്ന കല്ലെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 4 അല്ലി വെളുത്തുള്ളി ഇട്ടിട്ട് ഒന്ന് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കാം.
നല്ലോണം പേസ്റ്റ് രൂപത്തിലൊന്നും ആക്കണ്ട, ചെറുതായിട്ട് ഇതാ ഈ ഒരു രീതിയിലൊന്ന് കുത്തിച്ചതച്ചെടുത്താൽ മതി. ഇത് നമുക്ക് വൻപയർ തോരനിലേക്കുള്ളതാണ്. അപ്പോൾ ഇതാ ഇതുപോലെ കുത്തിച്ചതച്ചതിന് ശേഷം നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. എന്നിട്ട് ഞാനിതാ ഒരു സവാളൻ്റെ പകുതി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതും ഇട്ടിട്ട് ഒന്ന് കുത്തിച്ചതച്ചെടുക്കാം. നിങ്ങളുടെ കയ്യിൽ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ഒരു 10 ചെറിയ ഉള്ളി എടുത്തിട്ട് ഇതുപോലെ കുത്തിച്ചതച്ചെടുത്താൽ മതി. ചെറിയ ഉള്ളി ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇത് എടുത്തത്. ചെറിയ ഉള്ളിയാണ് കൂടുതൽ ടേസ്റ്റ്. എന്നിട്ട് ഇതുപോലെ ഒന്ന് കുത്തിച്ചതച്ചതിന് ശേഷം ഇതുപോലെ പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പം തോരന് വേണ്ടിയിട്ടുള്ള വൻപയർ തോരനിലേക്ക് ചേർക്കാനുള്ള എല്ലാം ഇതുപോലെ റെഡിയാക്കി വെക്കുക. പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ വേണം. അതും നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതൊന്ന് മാറ്റി വെക്കാം. പിന്നെ ഞാനിതാ ഇതുപോലെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ അത്യാവശ്യം നല്ലോണം ചൂടായി വരുമ്പോൾ ഒരു ടീസ്പൂൺ കടുക് ഇട്ടിട്ട് ഒന്ന് പൊട്ടിക്കാം. ഇത് നമ്മൾ കറിയാണ് വെക്കുന്നത്. അപ്പോൾ വെണ്ടക്ക കറിയാണ്. മീൻ കറിനേക്കാളും ടേസ്റ്റാണ്. കറി മാത്രം ഉണ്ടെങ്കിൽ നമുക്കൊരു പറ ചോറങ്ങ് വയ്ക്കാം. അത്രയും നല്ല ടേസ്റ്റാണ്. അപ്പോൾ കടുക് അത്യാവശ്യം ഒന്ന് പൊട്ടി തീരാനാവുമ്പോൾ ഒരു 1/4 ടീസ്പൂണിലും കുറവായിട്ട് ഉലുവ കൂടെ ഇട്ടിട്ട് നന്നായിട്ട് പൊട്ടിക്കുക. ഉലുവയും കടുകെല്ലാം അത്യാവശ്യം നല്ലോണം തന്നെ പൊട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ സവാള ഇതുപോലെ കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പിലയും 2 പച്ചമുളകും ഒരു 4 അല്ലി വെളുത്തുള്ളിയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. വഴറ്റി കൊടുക്കുമ്പോൾ അല്പം ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അങ്ങനെയാകുമ്പോൾ സവാള പെട്ടെന്ന് വഴന്ന് കിട്ടിക്കോളും. അപ്പോൾ ഇതാ ഉപ്പെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ വഴന്ന് വന്നതിന് ശേഷം ഇതിലേക്ക് ഞാനൊരു 10 വെണ്ടക്ക ഇതുപോലെ നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ തുടച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ടിട്ട് അതും ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. വെണ്ടക്ക ഇതിൽ ഇങ്ങനെ നന്നായിട്ട് വഴറ്റിയതിന് ശേഷം വേണം ബാക്കിയെല്ലാം ചേർത്ത് കൊടുക്കാൻ. അല്ലെങ്കിൽ നമ്മൾ കറി വെച്ച് കഴിയുമ്പോൾ വെണ്ടക്കൻ്റെ ആ ഒരു വഴുവഴുപ്പ് ഉണ്ടാവും. അതുകൊണ്ട് ഈ ഒരു രീതിയിൽ വഴറ്റി കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഉള്ളി ഇടുന്നതിന് മുമ്പേ വഴറ്റി എടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. അല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ സവാളയെല്ലാം വഴറ്റിയതിന് ശേഷം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്താൽ മതി. അപ്പോൾ ഇതാ ഇതുപോലെ ഒരു 1-2 മിനിറ്റോളം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ, ചെറിയ തീയിൽ വെച്ചിട്ട്. അപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് വഴന്ന് വന്നതിന് ശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂണോളം മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഫിഷ് മസാല. അത് കടയിൽ നിന്ന് വാങ്ങുന്നതാണ്. അത് കയ്യിലുണ്ടെങ്കിൽ അതും കൂടെ ഇട്ട് കൊടുക്കുക. അടിപൊളി ടേസ്റ്റാണ്. അതില്ലെങ്കിൽ ബാക്കി കാര്യങ്ങളെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ചെറിയ തീയിൽ വെച്ചിട്ട് വഴറ്റി കൊടുക്കുക. അങ്ങനെ പൊടികളെല്ലാം ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഒരു തക്കാളിൻ്റെ പകുതി തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തതും ചേർത്തിട്ട് വീണ്ടും ഒന്ന് ചെറുതായിട്ട് വഴറ്റി കൊടുക്കാം. തക്കാളി ഇട്ടിട്ട് ഒരുപാടങ്ങ് വഴറ്റി തക്കാളി വെന്ത് ഉടയേണ്ട ആവശ്യമൊന്നുമില്ല. ചെറുതായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഇത് മുങ്ങിക്കിടക്കാൻ പാകത്തിന് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഈ ഒരു രീതിയിൽ പൊടി വഴറ്റിയിട്ടെല്ലാം റെഡിയാക്കുന്ന സമയത്ത് ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുക. പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത്. അന്നേരം കറിക്ക് ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. നമ്മൾ സവാള വഴറ്റുമ്പോൾ കുറച്ച് ഉപ്പേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കാം. അത് അവിടുന്ന് തിളക്കുന്ന സമയം കൊണ്ട് നമുക്ക് മറ്റൊരടുപ്പത്ത് തോരൻ റെഡിയാക്കാം. അപ്പോൾ ഇതാ ഇതുപോലെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയോ ഓയിലോ ഏതാണോ ഇഷ്ടം അത് ഒഴിച്ചിട്ട് 1/2 ടീസ്പൂൺ കടുക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് 2 വറ്റൽമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക. വറ്റൽമുളകൊന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച കാബേജ് ഉണ്ടല്ലോ, എല്ലാം ചേർത്തിട്ട് മിക്സ് ചെയ്ത് വെച്ച കാബേജ് അത് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊരു 5 മിനിറ്റോളം തീ ഒരു മീഡിയം ഫ്ലെയിമിൽ അടച്ച് വെക്കാം. പിന്നെ അടച്ച് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കൊന്ന് 5 മിനിറ്റിനുള്ളിൽ 2 പ്രാവശ്യമെങ്കിലും തുറന്നിട്ട് മിക്സാക്കി കൊടുക്കണം. അത് മറക്കരുത്. ഒരു സമയം കൊണ്ട് ഇതാ നമ്മളെ വെണ്ടക്ക കറി ഉണ്ടല്ലോ അത് നന്നായിട്ട് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തുറന്നിട്ട് നമുക്കിതൊന്ന് മിക്സാക്കി കൊടുക്കാം. എന്നിട്ട് ഉപ്പെല്ലാം നോക്കിയിട്ട് വേണമെങ്കിൽ ഉപ്പെല്ലാം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ ഉപ്പെല്ലാം കറക്റ്റാണ്. ഇനി ഇതിലേക്ക് ഞാനൊരു കാര്യം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 1 ടേബിൾ സ്പൂണോളം നല്ല കട്ടിയുള്ള പുളിവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് ഇതിലേക്ക് ഒഴിച്ചിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് തിളപ്പിക്കാം. നിങ്ങൾക്ക് ഗ്രേവി എത്രയാണോ കട്ടി വേണ്ടത് അതിനനുസരിച്ചിട്ട് ഇനി അടച്ച് വെക്കുന്നില്ല, തുറന്ന് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂണോളം പച്ച വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് നമുക്ക് അടുപ്പ് ഓഫാക്കാം. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൻ കറിനേക്കാളും ടേസ്റ്റി ആയിട്ടുള്ള
വെണ്ടക്ക കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുപ്പ് ഓഫാക്കിയതിന് ശേഷം ഇതൊന്ന് അടച്ച് മാറ്റി വെക്കാം. ഇനി നമ്മൾ വറവൊന്ന് തുറന്ന് നോക്കാം. ഇടയ്ക്ക് 2 പ്രാവശ്യം ഞാൻ മിക്സാക്കി കൊടുത്തിട്ടുണ്ടേനു. ഒരു 5 മിനിറ്റെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി വീണ്ടും നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇതിൽ കുറച്ച് വെള്ളത്തിൻ്റെ അംശമെല്ലാം ഉണ്ടാവും. അതൊന്ന് വറ്റുന്നത് വരെ ഇടയ്ക്ക് നന്നായിട്ടൊന്ന് തുറന്ന് വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് നല്ല ഡ്രൈ പോലെ ആക്കിയെടുക്കണം. പിന്നെ ഉപ്പെല്ലാം നോക്കിയിട്ട് വേണമെങ്കിൽ ഉപ്പെല്ലാം ചേർത്ത് കൊടുക്കുക. ഉപ്പെല്ലാം കറക്റ്റാണ്. വെള്ളത്തിൻ്റെ അംശം പോകുന്നത് വരെ ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് റെഡിയാക്കി എടുക്കുക. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വെള്ളത്തിൻ്റെ അംശമെല്ലാം ഒന്ന് വറ്റി റെഡി ആയിട്ടുണ്ട്. ഇനി അടുപ്പ് ഓഫാക്കിയതിന് ശേഷം നമുക്കിതൊന്ന് മാറ്റി വെക്കാം. അങ്ങനെ നമ്മുടെ കാബേജ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ട അടിപൊളിയാണ്. അങ്ങനെ കറിയും കാബേജ് തോരനും റെഡിയായി. ഇനി നമുക്ക് വൻപയർ തോരനാണ് റെഡിയാക്കേണ്ടത്. അപ്പോൾ നമ്മൾ വേവാനായിട്ട് വെച്ച വൻപയർ 4 വിസിൽ വന്നപ്പോൾ ഞാൻ അടുപ്പ് ഓഫാക്കിയിട്ടുണ്ടേനു. കുക്കറിൻ്റെ പ്രഷറൊന്ന് പോയതിന് ശേഷം ഇതൊന്ന് തുറന്ന് നോക്കുക. കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ വേവിച്ചെടുക്കുക. ഇനി ഇതുപോലൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഈ ഒരു വൻപയർ തോരൻ ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യുക കേട്ടോ. അപ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂണോളം കടുകിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊട്ടിക്കാം. കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് 2 വറ്റൽമുളക് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക. അതൊന്നും ചെറുതായിട്ട് മൂത്ത് വരുമ്പോൾ കുറച്ച് കറിവേപ്പില കൂടെ ഇട്ടിട്ട് ഒന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ ചതക്കുന്ന കല്ലിലിട്ട് കുത്തിച്ചതച്ചെടുത്ത പിന്നെ വെളുത്തുള്ളിയും ഉള്ളിയും ആദ്യം ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. പിന്നെ വീഡിയോ കാണുന്ന സമയത്ത് സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. അതും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. വറ്റൽമുളക് മിക്സിയിലിട്ടിട്ട് ക്രഷ് ചെയ്തെടുത്താലും മതി. അത് ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഒതുക്കി വെച്ച തേങ്ങ ഉണ്ടല്ലോ അത് ഇട്ടിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. അങ്ങനെ തേങ്ങയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വേവിച്ചെടുത്ത വൻപയർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുറച്ച് വെള്ളം അതിലുണ്ട്. അതിനോട് കൂടെ തന്നെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എല്ലാം കൂടെ യോജിപ്പിച്ചെടുക്കുക. തേങ്ങയും വൻപയറും എല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിക്കണം. വൻപയറും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി അതിൽ ഉള്ള വെള്ളം ഉണ്ടല്ലോ അത് വറ്റുന്നത് വരെ തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് ഡ്രൈ ആക്കി എടുക്കുക. പിന്നെ ഉപ്പെല്ലാം നോക്കിയിട്ട് വേണമെങ്കിൽ ഉപ്പെല്ലാം ചേർത്ത് കൊടുക്കുക. അല്പം ഉപ്പിൻ്റെ കുറവുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ പയർ വേവിക്കാനായിട്ട് വെക്കുമ്പോൾ കുറച്ച് ഉപ്പാണ് ഇട്ട് കൊടുത്തത്. അപ്പോൾ നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ വെള്ളത്തിൻ്റെ ഇതെല്ലാം ഒന്ന് വറ്റി നല്ല ഡ്രൈ രൂപത്തിലാണ് നമുക്ക് ഈ ഒരു വറവ് വേണ്ടത്. നമ്മൾ കണ്ണൂർക്കാരെല്ലാം തോരന് വറവ് എന്നാണ് പറയൽ. അതാണ് ഇടയ്ക്കിടയ്ക്ക് ഞാൻ വറവ് എന്ന് പറഞ്ഞു പോകുന്നത്. നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ഇതവിടുന്ന് വെള്ളമെല്ലാം വറ്റുന്നത് വരെ ഇടയ്ക്കിടയ്ക്ക് മിക്സാക്കി കൊടുത്താൽ മതി. ആ ഒരു സമയം കൊണ്ട് നമുക്ക് മറ്റൊരു അടുപ്പത്ത് മീൻ പൊരിക്കാനായിട്ട് വെക്കാം. അപ്പോൾ പാൻ വെച്ചിട്ട് നന്നായിട്ട് ചൂടായി വരുമ്പോൾ 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണയിൽ തന്നെ മീനെല്ലാം പൊരിക്കുക. വെളിച്ചെണ്ണയിൽ പൊരിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണയിൽ തന്നെ പൊരിച്ചെടുക്കുക. അപ്പോൾ മീനിൻ്റെ പീസെല്ലാം ഞാൻ എണ്ണയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് ചെറിയ തീയിൽ അവിടുന്ന് പൊരിയട്ടെ. തിരിച്ചു മറിച്ച് വിട്ടിട്ട് നമുക്കിത് നന്നായിട്ട് പൊരിച്ചെടുക്കാം. അപ്പോൾ ചെറിയ തീയിൽ വെക്കാം മീനെല്ലാം പൊരിക്കുമ്പോൾ. അപ്പോൾ ഇനി വീണ്ടും നമുക്ക് നമ്മുടെ തോരൻ മിക്സാക്കി കൊടുക്കാം. തോരൻ ഇടയ്ക്കിടയ്ക്ക് മിക്സ് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ അടിക്ക് പിടിക്കും. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് മിക്സാക്കി കൊടുക്കുക വെള്ളം വറ്റുന്നത് വരെ. അങ്ങനെ മിക്സ് ചെയ്ത് അതിലെ വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് വറ്റി വരുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂണോളം കുരുമുളകിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം.
കുരുമുളകിൻ്റെ പൊടി നിർബന്ധമായിട്ട് ഇട്ട് കൊടുക്കുക, അടിപൊളിയാണ്. ലാസ്റ്റ് ആകുമ്പോൾ കുറച്ച് കുരുമുളകിൻ്റെ പൊടി ഇട്ടിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. അങ്ങനെ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വൻപയർ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളിയാണ് കേട്ടോ ഈ ഒരു തോരൻ. ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി അടുപ്പ് ഓഫാക്കിയതിന് ശേഷം ഇതൊന്ന് അടച്ച് മാറ്റി വെക്കാം. പിന്നെ ഞാനിതാ മറ്റൊരടുപ്പത്ത് ഒരു പാത്രത്തിൽ കുറച്ച് കൂടുതൽ വെള്ളം വെച്ചിട്ട് തിളക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിലേക്ക് കുറച്ച് ഉപ്പും 1 ടീസ്പൂണോളം ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മൾ കുതിർത്തി വെച്ച അരി ഉണ്ടല്ലോ, അത് വെള്ളം ഒന്ന് വാർത്തതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് തിളക്കാനായിട്ട് വെക്കാം. എല്ലാം റെഡിയായതിന് ശേഷമാണ് മീനും ലാസ്റ്റ് പൊരിക്കാൻ വെച്ചതിന് ശേഷമാണ് ഞാൻ ചോറിനുള്ള വെള്ളം വെച്ചത്. ബസ്മതി റൈസ് കൊണ്ടുള്ള ചോറായതുകൊണ്ട് തന്നെ ഞാൻ ലാസ്റ്റാണ് ചോറ് വെക്കൽ. അതാകുമ്പോൾ ഒരു 10-12 മിനിറ്റ് കൊണ്ട് തന്നെ അരി വെന്ത് കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ലാസ്റ്റ് ചോറ് വെക്കുന്നത്. സാധാരണ നമ്മൾ മറ്റേ നല്ല വേവില്ല അരിൻ്റെ ചോറാണെങ്കിൽ ആദ്യം തന്നെ ചോറിനുള്ള വെള്ളം വെച്ച് അരി ഇട്ടിട്ടാണ് കറിയും ബാക്കി കാര്യങ്ങളൊക്കെ റെഡിയാക്കൽ. ഇതാകുമ്പോൾ പെട്ടെന്ന് അങ്ങ് റെഡിയായിക്കോളും. അപ്പോൾ ഇതാ മീനും ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ചോറ് നന്നായിട്ട് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. തിളക്കുമ്പോൾ ആ മൂടിയൊന്ന് മാറ്റി കൊടുക്കുക, അല്ലെങ്കിൽ പതിച്ചിട്ടങ്ങ് മറിയും അത് അടുപ്പത്തേക്ക്. അതുകൊണ്ട് തിളക്കാനായിട്ട് തുടങ്ങുമ്പോൾ മൂടി മാറ്റിയിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതൊന്ന് വേവിക്കുക. പിന്നെ വെള്ളമെല്ലാം നോക്കിയിട്ട് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കുക. വീണ്ടും നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത്, നന്നായിട്ട് തിളക്കുന്ന വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുക. ഞാൻ കെറ്റിൽ ചൂടാക്കിയിട്ടാണ് ഒഴിച്ചു കൊടുക്കൽ. അങ്ങനെ ഇതാ ചോറ് നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ വേവിച്ചതിന് ശേഷം ഇതിൻ്റെ വെള്ളം ഒന്ന് ഊറ്റിക്കളയുക, അരിപ്പയിലേക്ക് ഊറ്റിക്കളഞ്ഞാൽ മതി. പിന്നെ മീനിതാ ഒന്നും കൂടെ മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. 2-3 പ്രാവശ്യം തിരിച്ച് മറിച്ച് വിട്ടിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് മീൻ പൊരിച്ചെടുക്കുക. അപ്പോൾ ഇതൊന്ന് മറിച്ചിട്ടിട്ടുണ്ട്. ഇനി അത് കുറച്ചും കൂടെ ഒന്ന് റെഡിയായിട്ടുണ്ട്. ആ ഒരു സമയം കൊണ്ട് ഞാനിതാ മാങ്ങ മുളക് വരക്കിയതും കൂടെ റെഡിയാക്കുന്നുണ്ട്. ഇത് ചോറിന് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഒരു നല്ല പഴുത്ത മാങ്ങ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തതിന് ശേഷം അതിലേക്ക് 2 അല്ലി വെളുത്തുള്ളി ഒന്ന് കുത്തിച്ചതച്ചെടുത്തതും, ഒരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതും, ആവശ്യത്തിനുള്ള ഉപ്പും, 1/4 ടീസ്പൂൺ മുളക് പൊടി കുറച്ച് ഇട്ടാൽ മതി, 1/4 ടീസ്പൂണും കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ 1 ടീസ്പൂണോളം വിനീഗർ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ആ വെളുത്തുള്ളിൻ്റെ ഈ ടേസ്റ്റും പച്ചമുളകിൻ്റെ ആ ഒരു എരിവും മുളക് പൊടിൻ്റെ ആ ഒരു എരിവെല്ലാമായിട്ട് നല്ല ടേസ്റ്റാണ് ഇത് ചോറിൻ്റെ കൂടെ കഴിക്കുമ്പോൾ. ചോറിനല്ലെങ്കിൽ വെറുതെ ഇരിക്കുമ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതൊന്ന് മാറ്റി വെക്കാം. അപ്പോഴത്തേക്ക് മീനും പൊരിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ചോറും കറികളും എല്ലാം റെഡിയായി, തോരനും എല്ലാം. ഇനി നമുക്ക് ചൂടോടെ തന്നെ സെർവ് ചെയ്തിട്ട് കഴിക്കാം. അപ്പോൾ വെണ്ടക്ക കറി ഞാനിതാ ഇതുപോലൊരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ്. മീൻ കറിയെല്ലാം തോറ്റു പോകും കേട്ടോ ഈ ഒരു കറീൻ്റെ മുന്നിൽ. അത്രയും ടേസ്റ്റാണ് ഈ ഒരു വെണ്ടക്ക കറി. മീനൊന്നും ഇല്ലാത്ത സമയത്ത് മീൻ കറി കഴിക്കണം എന്നെല്ലാം തോന്നുമ്പോൾ ഈ ഒരു കറി മതിയാവും. പിന്നെ മീനെല്ലാം കൂട്ടാത്തവർക്ക് നല്ല രുചിയോടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറി കൂടിയാണ്. പിന്നെ വൻപയർ തോരൻ, അതും ഒരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. ഇതും അടിപൊളി ടേസ്റ്റുള്ളൊരു തോരനാണ്. വൻപയർ കൊണ്ട് മാത്രമല്ല ചെറുപയർ കൊണ്ടും നമുക്ക് ഈ ഒരു തോരൻ റെഡിയാക്കാം. പിന്നെ കാബേജ് തോരൻ, കാബേജിലും എല്ലാവരും തോരൻ വെക്കുന്നതായിരിക്കും. എന്നാലും ഓരോ ആൾ ഉണ്ടാക്കുമ്പോഴും അതിൽ ചെറിയൊരു വ്യത്യാസമെല്ലാം ഉണ്ടാവുമല്ലോ. അപ്പോൾ കാബേജ് തോരൻ ഞാനിതുപോലെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ ചോറ്, വെള്ളമൊക്കെ അത്യാവശ്യം ഒന്ന് പോയതിന് ശേഷം ഇതുപോലെ സെർവിങ് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യുക. എന്നിട്ട് നമ്മളെ കറിയും തോരനും എല്ലാം ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ മീൻ പൊരിച്ചത് എല്ലാം കൂട്ടിയിട്ട് അടിപൊളിയായിട്ട് ചോറ് വയ്ക്കുക. അടിപൊളി ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഇഷ്ടമായ അഭിപ്രായം പറയാൻ, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത പുതിയ നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.